അപ്പൊ ധർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അതിലേക്ക് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ ചെറുതല്ല. അവർ വിചാരിച്ചാൽ മാത്രമേ ഈ ധർമ്മമൊക്കെ നിലനിന്ന് പോവുകയുള്ളൂ. കാരണം വീടുകളിലെല്ലാം തന്നെ അമ്മമാരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അമ്മമാർ തന്നെയാണ് ഈ ധർമ്മം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഈ ആചാരങ്ങളെല്ലാം പാലിച്ച് പകർന്നു കൊടുത്ത് മുന്നോട്ട് പോകുകയാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ, യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി. വേറെ ഒരു ജോലിയും ചെയ്യേണ്ട, ഇത് മാത്രം മതി എന്ന് ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അമ്മയും അച്ഛനെയും നല്ലവണ്ണം നോക്കുക, ഗുരുവിനെ നോക്കുക, വരുന്ന അതിഥിക്ക് ഇല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യുക. ഇത് മാത്രമാണ് നമ്മുടെ പണി എന്ന് ഉപനിഷത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ പൊങ്കാല ദിവസം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏവരും ശ്രദ്ധിക്കണം. ഒരു അഭ്യർത്ഥനയാണ്, ഉപദേശമായിട്ട് ദയവ് ചെയ്ത് കരുതരുത്. ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഇന്ന് സ്ത്രീകൾ ഒരുപാട് പേർ തലമുടി അഴിച്ചിട്ടുകൊണ്ടാണ് നടക്കുന്നത്. പൊങ്കാല ദിവസമെങ്കിലും തലമുടി കെട്ടിവെക്കുക. ഓപ്പറേഷൻ തിയേറ്ററിൽ തലമുടി കെട്ടിവെച്ച് നമ്മൾ ക്യാപ്പ് ധരിക്കും. ഈ ഷെഫ്, അതായത് ഹോട്ടലിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരെല്ലാം തന്നെ ക്യാപ്പ് ധരിക്കാറുണ്ട്. എയർ ഹോസ്റ്റസ് ക്യാപ്പ് ധരിക്കാറുണ്ട്. അപ്പൊ ഈ മുടി നമുക്ക് ഇഷ്ടമില്ല. ആക്ച്വലി നല്ലവണ്ണം ഭക്ഷണം ഒരുക്കി സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട്, അതിൽ മുടി ഉണ്ടെങ്കിൽ നാം ഏവരും ആ മുടിയെയാണ് കാണുന്നത്. പിന്നെ ആ ഭക്ഷണം പാകം ചെയ്തവനെ വിളിച്ച് അങ്ങ് ശകാരിക്കും. അപ്പോൾ മുടി അഴിച്ചിട്ട് കൊണ്ട് നാം പൊങ്കാല നിവേദ്യം അവിടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പറന്നു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഒരാൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ താഴെ വീണ മുടി കാറ്റത്ത് അടുത്തുള്ള പൊങ്കാല കലത്തിലും വീഴാനുള്ള സാധ്യതയുണ്ട്. എന്നിങ്ങനെ നല്ല രീതിക്കൊരു ഒരു മലിനീകരണത്തിനും സാധ്യതയാണ്. ആയതിനാൽ ദയവ് ചെയ്ത് അന്നേ ദിവസം തലമുടി കെട്ടിവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തൊരു വിഷയം, ഒരു വർഷം കാത്തിരുന്ന് അവനവന്റെ കഷ്ടപ്പാടെല്ലാം തീരണേ, സന്തതി പരമ്പരകളെ കാത്തുകൊള്ളണേ, എൻ്റെ സന്താനങ്ങളെല്ലാം നന്നായി വരണേ, അവർക്ക് നല്ല ബുദ്ധി നൽകണേ എന്ന് പറഞ്ഞ അമ്മമാരെല്ലാം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ കടം തീരണം, കുറേ വിഷയങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനയാണ്. ഒരു വർഷം കാത്തിരുന്ന ശേഷം കിട്ടുന്ന ഒരു അവസരമാണ് ഒരു 5-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ആറ്റുകാൽ പൊങ്കാല. അന്നേ ദിവസം ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യേണ്ടതായിട്ടുള്ള ഈ പൊങ്കാല സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ പ്രചരണത്തിനായി പൊങ്കാല കലം വയ്ക്കുന്നു, ഒരു സെൽഫി, വെള്ളമൊഴിക്കുന്നു, അടുത്ത സെൽഫി, അരിയിടുന്നു, അടുത്ത സെൽഫി, ശർക്കര ഇടുന്നു, അടുത്ത സെൽഫി എന്നിങ്ങനെ പോസ്റ്റ് ചെയ്ത് മൈൻഡ് മുഴുവനും സോഷ്യൽ മീഡിയയിലേക്കായി. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. ഭക്തിയും ശ്രദ്ധയുമാണ് റിസൾട്ടിലേക്ക് കാരണമാകുന്നത്. ഇതെല്ലാം ഭഗവതി കാണുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കഷ്ടപ്പാടുകൾ തീരണമെങ്കിൽ അന്നേ ദിവസം ഭക്തി ശ്രദ്ധാ പുരസരം പൊങ്കാല അർപ്പിക്കുക. അവസാനമായി ഏവരും സാധിക്കുന്ന പക്ഷം മൗനവ്രതത്തിലേക്ക് നീങ്ങുക. വാ തുറക്കുന്നത് നാമജപത്തിന് വേണ്ടി മാത്രമാകട്ടെ. മൗനമായി ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിന് സമാധാനം കൂടിക്കൂടി വരും. ഏവരും മൗനവ്രതത്തിലേക്ക്, അല്ലെങ്കിൽ സാധിക്കുന്ന പക്ഷം കുറച്ചു നേരമെങ്കിലും മൗനവ്രതം അനുഷ്ഠിച്ച് ഭക്തി ശ്രദ്ധാപുരസരം നാമജപങ്ങളോടുകൂടി മാത്രം പൊങ്കാല അർപ്പിച്ച് എല്ലാവരുടെയും കഷ്ടങ്ങളെല്ലാം തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.